എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് രേണു അല്ല. രേണുവിന് പകരം രേണുവിനെ കാണുമ്പോഴത്തേനും സർവ്വതും ആവാഹിച്ച് അവതാരപ്പിറവെടുത്ത രണ്ടും ഒന്ന് തന്നെ. ആ പിറവെടുത്ത ശാരിക KB ആണ് നമ്മുടെ വിഷയം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ, ഇന്നലെ ഈ ബിഗ് ബോസ് താരങ്ങളുടെ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഒരു ക്രിക്കറ്റ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജന്മണി ദാസ്, ഞാൻ മറ്റേ ബിസിനസ് ക്ലാസ്സിൽ മാത്രം ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ജന്മണി ദാസ് ഉണ്ടായിരുന്നു, നമ്മുടെ സീക്രട്ട് ഏജൻറ് ഉണ്ടായിരുന്നു, രേണു ഉണ്ടായിരുന്നു, ശാരിക KB ഉണ്ടായിരുന്നു, തെസ്നി ഖാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാവുന്ന ഒരുപാട് ഫെമിലിയർ സിമിലർ മുഖങ്ങൾ ആ ഒരു ക്രിക്കറ്റ് കളിക്കിടയിൽ മിന്നി മറയുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇന്നലെ അതിനകത്ത് രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രേണു എന്ന് പറയുമ്പോഴത്തേനും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്. ഈ ആളുകൾ ചാത്താലും രേണുവിനെ വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജേന രേണുവിനെ കുറേ കുറ്റം പറയും, അല്ലെങ്കിൽ രേണുവിനെ കുറ്റം പറയാനായിട്ടുള്ള ചില അവസരങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതാണ് അവരുടെ ഒരു മെയിൻ പണി. അങ്ങനെ ആ പണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ശാരിക KB എന്ന് പറയുന്നത്. ഒന്നും രണ്ടും നിങ്ങൾക്ക് അറിയാമല്ലോ, പുള്ളിക്കാരി സ്ഥിരം വെള്ളപൂശാൻ വരുന്ന ടീമുകൾ മൂന്നാമത്താണ് ഈ ശാരിക KB. ഈ ശാരിക KBയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രേണുവിനെ ഏതൊരു ക്യാമറ സീനിൽ കാണിച്ചാലും അപ്പോഴേ പോയി അതിനകത്ത് നുഴഞ്ഞു കയറി ഞാനും ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കയറി നിന്നിട്ട് മറുപടി പറയലാണ് ശാരിക KBയുടെ മെയിൻ പരിപാടി. സോ ഇന്നലെ ശാരിക KB ആറാടുകയായിരുന്നു. അങ്ങനെ ആറാടി ശാരിക പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിനകത്ത് കേൾക്കാൻ പോകുന്നത്. ശാരികയ്ക്ക് ബേസിക്കലി ഹോട്ട് സീറ്റ് ശാരിക അല്ലാതെ ബാക്കി എല്ലാവരും പുച്ഛം. എവറിബഡി ഈസ് വെരി ഡർട്ടി. ഞാൻ മാത്രം സൂപ്പർ ഹോട്ട് സീറ്റ് ശാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുകിടാ വിറയ്ക്കും എന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. ഓക്കെ, ആദ്യം നമുക്ക് പുള്ളിക്കാരി പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊന്ന് കേൾക്കാം. അത് എന്തുകൊണ്ടാ ബിഗ് ബോസിൽ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഉടനെ ശാരിക ഓടി വന്നിട്ട് അയ്യോ ഞാൻ ഇതുവഴി പോയപ്പോൾ രേണുവിൻ്റെ പെർമിഷൻ പോലും ഇല്ല, ഈ വീടിൻ്റെ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന കാണണം, എന്തൊരു പരിതാപകരമാണ്, ഇതൊരു 10 വർഷമായ വീടാണ് കുഴപ്പമില്ല, ഇതൊരു 5 വർഷമായ വീടാണ് കുഴപ്പമില്ല, ഇത് എന്താ ഈ വീട് ഇങ്ങനെ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എയറി കയറ്റി വിടാൻ തുടങ്ങിയതാണ്. അപ്പോഴത്തേന് രേണു എൻ്റെ സുഖം പിടിച്ചു. പിന്നെ അങ്ങ് പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് രേണുവിന് മറ്റേരെയും കാണാനുള്ള ഒരു സമയം കിട്ടിയില്ല. അതിനുശേഷം ഫുൾ കെട്ടിപ്പിടുത്ത ആൽബങ്ങളൊക്കെ ആയിരുന്നല്ലോ, ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിനിടയിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് മറ്റ് ബിഗ് ബോസ് താരങ്ങളൊന്നും കാണാൻ രേണുവിന് വരാൻ സാധിക്കാതെ പോയത്. അപ്പോൾ ഇങ്ങനൊരു ക്രിക്കറ്റ് മത്സരം പങ്കെടുത്തപ്പോഴത്തേനും ഇതിനു മുമ്പ് ഏതൊക്കെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ അന്നെല്ലാം രേണു ബിസിയാ, രേണുവിന് കെട്ടിപ്പിടിക്കാൻ അഭിനയിക്കാനുള്ളതാണ്. അപ്പോൾ ഈ തവണ മാത്രം രേണു ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റിവിറ്റി വന്നിട്ട് പുള്ളിക്കാരിക്ക് വർക്കൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ റസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ഉദ്ഘാടനത്തിന് പോയപ്പോഴത്തേനും അവിടുത്തെ കുറച്ച് ചാറ്റൊക്കെ ലീക്കായി വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസിൻ്റെ കളി വരുന്നത്. അപ്പം ബിഗ് ബോസിൻ്റെ കളി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി കളിക്കാൻ പോയപ്പോഴാണ് ഇപ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് കാണുകയും പരിചയം പുതുക്കുകയും സ്നേഹബന്ധം പുതുക്കുകയും ഒക്കെ ചെയ്തത്. ആ പുതുക്കിയപ്പോഴാണ് ശാരിക KB വന്നിട്ട് പുള്ളിക്കാരിക്കിട്ട് ഒതുക്കത്തിൽ മറ്റൊരു പുതുക്കൽ കൊടുത്തത്. നമുക്ക് പുതുക്കൽ കാണാം. ശാരിക KBയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ശാരിക KB ടു ദ ഷോ. ശാരിക എപ്പോഴും കൈപിടിച്ച് കൂടെയുണ്ടല്ലോ. അത് ന്യായം. എന്തിനേട്ടാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ശാരിക ചോദിച്ചാൽ വളരെ ന്യായമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ശാരിക KBക്ക് ഇതുങ്ങളൊക്കെ പട്ടിപ്പുച്ഛമാണ് ഈ ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ പുള്ളിക്കാരി പറഞ്ഞാൽ പുച്ഛിക്കുന്നുണ്ട്. പക്ഷേ ശാരിക KB മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രിയ സുഹൃത്ത് നിങ്ങൾ കയ്യിൽ നിന്നും വിടാതെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രേണുസൂതി ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇതിനകത്ത് മഗധീര പടത്തിനകത്ത് ലവം പോലും കാജളകളുടെ കയ്യിൽ അത്രയും ഇതായിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അത്രയും ദൃഢബന്ധത്തിലുള്ള നിങ്ങളുടെ രേണു തന്നെയാണ് ഇവന്മാരെ പ്രൊമോട്ട് ചെയ്ത് ഇവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. രേണുവിൻ്റെ കയ്യിൽ പിടിക്കാതെ പിന്നെ കാലിൽ പിടിക്കാൻ പറ്റുമോ? കാലിൽ മാത്രമല്ല, തക്കം കിട്ടിയ നിങ്ങൾ കൂട്ടത്തോടെ ഒന്നിച്ച് നടക്കുന്ന ടീമുകളാണ് നിങ്ങൾ. അപ്പോൾ പിന്നെ അതിനൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓൺലൈൻ മീഡിയസിലെ ചില ആൾക്കാർ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയസിലുള്ള ആൾക്കാർ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ നിലവാരം ഒന്ന് ഉയർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. അത് നടക്കുമെന്ന് അറിയത്തില്ല. അതിൽ ശാരിക KB പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. അതിനകത്താണ് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവർ എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവരാരുടെയും പുറകെ ജോലി ചോദിച്ചോ കേട്ടില്ല. അവരാരുടെയും പുറകെ കടം ചോദിച്ചു പോകുന്നില്ലല്ലോ.
നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണോ? കുറച്ച് നാളുകൾക്ക് മുമ്പേ കൊല്ലം സുധി ജീവിച്ചിരുന്ന സമയത്ത് പലരുടെ നിന്ന് കടം മേടിച്ചിട്ട് ഹലോ എടാ മോനെ ഞാൻ എന്താ ബാബൂട്ടൻ്റെ കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ബാബൂട്ടൻ്റെ കൊടുക്കുകയും ഈ ബാബൂട്ടൻ എടുത്തിട്ട് എടാ രേണുവടാ എടാ തരാടാ എന്ത് പാടാ കഷ്ടമുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് മെഴുകിയൊരു സമയം ഉണ്ടായിരുന്നു. അവരുടെ പൈസ തിരിച്ചു കൊടുത്തായിരുന്നോ? ഇവർ 6 രൂപ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ട് വാടക കൊടുക്കാതെ പ്രശ്നമായിട്ട് ആ വാടക തിരിച്ചു കൊടുത്തായിരുന്നു. ഇപ്പം ലക്ഷങ്ങൾ അക്കൗണ്ടിലുണ്ട്, 4 ലക്ഷം രൂപയ്ക്ക് പല്ല് പണിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വാടക കൊടുത്തായിരുന്നു. അപ്പം നമ്മൾ ഒരു മയത്തിനൊക്കെ കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത്. നമ്മുടെ ആവശ്യത്തിലധികം തോന്നിയവസ്ഥരം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ടിപ്പോൾ വന്നിട്ട് ഈ പരിശുദ്ധ കേരളത്തിൽ ഇത്രയും വലിയൊരു പരിശുദ്ധയില്ല, മദർ തെരേസ കഴിഞ്ഞ പിന്നെ രേണുവാണ്. ആ ഒരു സെറ്റപ്പിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം രേണു അറിയുന്നു കടം മേടിക്കാൻ പോകുന്നില്ല, രേണു അങ്ങനെ വേറൊരു പരിപാടിക്കും പോകുന്നില്ലെന്നാണ് ഷാരിക കെ ബി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാം. എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവർ ആരുടെ പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് എന്ത് ഈ അന്തസ്സായിട്ടുള്ള പണി എന്താ? ഈ ആൽബം എന്ന പേരിൽ പണ്ടൊക്കെ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൽബങ്ങൾ കാണുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലൊരു പ്രണയം മുട്ടിടുമായിരുന്നു. ഇപ്പോഴത്തെ ഈ ആൽബം എന്ന് പറഞ്ഞാൽ എന്തോ നീ കാണിക്കുന്നേ? കെട്ടിപ്പിടുത്തമില്ലാത്ത ഒരു സീൻ നിങ്ങൾ കാണിക്കും. ഒരു 15 സെക്കൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കെട്ടിപ്പിടുത്തം ഉണ്ട് രേണുവിൻ്റെ ആൽബത്തിനകത്ത്. അതാണോ നിങ്ങൾ പറയുന്നത് മാന്യമായിട്ടുള്ള മഹത്തായ വർക്ക് എന്ന് പറയുന്നത്? കാഷ്ടം. എന്നിട്ട് ബാക്കി പറ. എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അതെ, നിങ്ങൾ എന്ത് കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നേ? നിങ്ങളൊരു ആങ്കറാണ്, ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്, ഇന്റർവ്യൂവറാണ്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമില്ല, യു ആർ ആൻ ഇന്റർവ്യൂവർ. അത് ഓക്കെ, അത് ഫൈൻ. നല്ല ഇന്റർവ്യൂവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. എന്നാലും ആ ഒരു തസ്തികയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. അല്ല നിങ്ങൾ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് രേണുവിനെ മെഴുകി കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ മെഴുകിൽ നടത്തും, നാട്ടിലെടുത്ത് പഞ്ഞിക്കിടും. ഇതാണോ കണ്ടന്റ് ക്രിയേഷൻ? ഓക്കെ, അത് ഒരു കണ്ടന്റ് ക്രിയേഷനാണ്, ശരിയാ, കറക്റ്റാ. അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? ഓ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് പ്രതികരിക്കത്തെ? എന്നെ കണ്ടില്ലേ, ഞാൻ വന്ന് പ്രതികരിക്കുന്നുണ്ടല്ലോ. പ്രതികരിച്ച് വന്നിട്ട് അവളുടെ ശരീരത്തിലൊന്നുമില്ല, തപ്പി നോക്കണമെന്നൊക്കെ പറയും. ഞാൻ പ്രതികരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിക്കണം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് തപ്പി നോക്കണമെന്ന് പറയണോ? നിങ്ങൾ സംസാരിച്ച പോലെ എന്നിട്ടാണോ അമ്മമാരില്ലാത്ത പോവാൻ? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. അവരെ വിറ്റേച്ച് കണ്ടന്റ് ചെയ്തതല്ല, അത് ഹോട്ട് സീറ്റ് ആണ്. ഇവന്മാരൊക്കെ എന്തോ കാണിക്കുന്നത്? ഇവളെ വിറ്റങ്ങ് ജീവിക്കുക. ചേച്ചിയും ചെയ്തായിരുന്നല്ലോ കണ്ടന്റ്. അത് ഹോട്ട് സീറ്റ്, അത് വിറ്റ് ജീവിച്ചല്ല, അതൊരു പ്രോഗ്രാമാണ് ഹോട്ട് സീറ്റ്. നമ്മളും ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. യൂട്യൂബ് ചാനലിലെ രേണു എന്ന ഒരു സീരീസിനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് നീരസം വന്നു തുടങ്ങി ഈ രേണുവിൻ്റെ വിഷയത്തിൽ. എന്ത് ചെയ്യാനാ, കൂടുതൽ ആൾക്കാർക്കും കാണാൻ ഇതാണ് താല്പര്യം. വേറെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പട്ടിക്കുട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. ആൾക്കാർക്ക് ഇഷ്ടം ഇതാണ്. രേണുവിനെ പറയുന്നത് കേൾക്കാനായിട്ട് ആൾക്കാർക്ക് ഒരു സുഖമാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശ്രമിക്കാം, മാറ്റാൻ ശ്രമിക്കാം. നിങ്ങൾ കട്ടയ്ക്ക് കൂടെ കാണണം, ഞാൻ വേറെ ടോപ്പിക്കായിട്ടൊക്കെ വരാം. അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. അവരെ വിറ്റതല്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തിട്ടു, അത് വിറ്റിട്ടില്ല. മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് നമ്മളങ്ങ് ഇട്ടു. നമുക്കങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുക, അതിനകത്തൂടെ ചാരിറ്റി ചെയ്യുക, രേണുവിൻ്റെ നല്ല മുഖം ജനങ്ങളിലേക്ക് കറുപ്പിച്ചെത്തിക്കുക, ഇതൊക്കെയുള്ളായിരുന്നു നമ്മുടെ ഉദ്ദേശം. അല്ലാതെ നമ്മളങ്ങനെ വിറ്റിട്ടൊന്നുമില്ല. മോണിറ്റൈസേഷനൊക്കെ ഓഫ് ആയിരുന്നു. ചൂടാവത്തില്ലേ ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ദോശക്കല്ലിൽ ഇരുന്നിട്ടാണ് വീഡിയോ ഹോട്ട് സീറ്റ് ഉണ്ടാക്കിയത്. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചൂടാവേണ്ട സീറ്റാണ്. പക്ഷെ നമ്മൾ ഈ ചൂടാവേണ്ടതിനകത്തൊരു മിനിമം ക്വാളിറ്റി വേണം. ഗായത്രി മേനോൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ഡോക്ടറെ വിളിച്ചിരുത്തി എടുത്തപ്പോൾ ഈ ഡോക്ടർക്ക് സപ്പോർട്ട് പോയതിൻ്റെ കാരണം നിങ്ങളുടെ ആങ്കറിങ് ആ ഒരു പ്രോഗ്രാമിന് കൊള്ളത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ രേണുവിനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എല്ലാവരും എതിർക്കുന്ന രേണുവിന് സപ്പോർട്ട് പോയത് നിങ്ങളുടെ ആങ്കറിങ്ങിൻ്റെ മികവ് കൊണ്ടാണ്. നിങ്ങളുടെ ചൂടായ സീറ്റിൻ്റെ ചൂട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റാതെ എണീറ്റ് ഓടേണ്ടി വന്നതുകൊണ്ടാണ്. ദോശക്കല്ല് ചൂടാക്കി വെക്കും, ഇരിക്കുമ്പോൾ ഞാൻ നിൽക്കും, അന്നേരം ഇൻ്റർവ്യൂ വെക്കും. അതാണ് ഹോട്ട് സീറ്റ്, മനസ്സിലായോ? അതാണ് ഹോട്ടായിട്ടുള്ള സീറ്റ്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മളതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരാളുടെ നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ രേണു ഇറങ്ങിപ്പോയതും ഷാരിക കബി ഇറങ്ങിപ്പോയതും എല്ലാം പറഞ്ഞു വെച്ച് ഒത്ത് ചെയ്ത സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതായത് രേണു ഇപ്പോൾ അഭിനയിക്കുന്ന ആൽബങ്ങളെക്കാട്ടിലും മികച്ച സ്ക്രിപ്റ്റുള്ള സാധനത്തിലാണ് രേണു എന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അന്ന് അത് സ്ക്രിപ്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നമുക്ക് പോയി. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അതൊക്കെ അവർ നമ്മൾ നേരത്തെ പറഞ്ഞു, അടി ഞാനിങ്ങനെ പറയും അപ്പോൾ നീ ഇങ്ങനെ ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം അപ്പോൾ നീ ഇങ്ങനെ വെള്ളം കോരി മൊന്തയ്ക്ക് വിളിക്കണം. സ്ക്രിപ്റ്റായിരുന്നു, അത് സ്ക്രിപ്റ്റായിരുന്നു. രേണുവിൻ്റെ അതിനകത്തേക്ക് അഭിനയം കൊള്ളാം കേട്ടോ. ആൽബത്തിൽ വലിയ ഗുണമില്ലെങ്കിലും ഇൻ്റർവ്യൂവിൽ അഭിനയം കൊള്ളാം. ഇൻ്റർവ്യൂ സ്റ്റാർ എന്ന ധ്യാൻ ശ്രീനിവാസിൻ്റെ പേര് മാറ്റി രേണുവിന് കൊടുക്കണം.
പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഇപ്പം ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും പറയാനില്ല. അവരെ കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. അവർക്കെതിരെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ 8 മടക്കി പോക്കറ്റ് വെച്ച ശീലമാണ് അവർക്കുള്ളത്. സോ അവരെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇനി ഇതിൻ്റെ തുടർഭാഗം പറയുന്നുണ്ട്, നമുക്ക് തുടർഭാഗം കൂടെ കേൾക്കാം. അവർക്കൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. അവരെയൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കണക്കാക്കാൻ ഒരുപാട് നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എത്രയോ മാന്യന്മാരുണ്ട്, അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. രേണുവിനെ കുറിച്ച് പറയാത്തവന്മാരൊക്കെ മാന്യന്മാരാട്ടോ. രേണുവിനെ കുറിച്ച് പറയുന്നവരൊന്നും മാന്യന്മാരല്ല. രേണുവിനെ കുറിച്ച് പറയാത്തവരൊക്കെ മാന്യന്മാരാ. അല്ല, ഷാരിക കെ ബി രേണുവിനെ കുറിച്ച് വന്നിട്ടേ നമ്മൾ മാന്യന്മാരാന്ന് പറയുന്നില്ലല്ലോ അല്ലേ? അത് കറക്റ്റാ. അപ്പോൾ രേണുവിനെ കുറിച്ച് കണ്ടന്റ് ചെയ്യാത്തവന്മാർ മാത്രം മാന്യന്മാരും രേണുവിനെ കുറിച്ച് കണ്ടന്റ് ചെയ്യുന്നവരെല്ലാം അഴുക്ക പയലുകളുമാണ്. അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ രേണുസുതി. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോകും. അത് കോണ്ടന്റ് അല്ലേ? അത് പിന്നെ എന്തോന്നാ? രേണു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ല, അവർ ചുമ്മാ വെറുതെ. പിന്നെ എന്ത്, എനിക്കൊന്നും പറയുന്നില്ല. ഇവർ കോൺട്രവേഴ്സികളുടെ ഉസ്താദാ. ഓരോ ഓൺലൈൻ മീഡിയ വരുമ്പോഴത്തേനും വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നത് ഈ നമ്മളെപ്പോലുള്ളവരെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. മനസ്സിലായോ? ഇപ്പം രേണുവിന് ഇത് താല്പര്യം ഇല്ല എന്നുള്ള പക്ഷത്തിൽ രേണുവിന് സ്ട്രൈക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രേണു കൊടുക്കുന്നില്ലല്ലോ. എന്നെക്കുറിച്ച് റിയാക്ട് ചെയ്യരുത്, ഇന്ന ആൾക്കാർക്കെതിരെ പോലീസ് കേസ് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, കൊടുത്തില്ലല്ലോ. അപ്പം രേണുവിന് ഇതൊക്കെ ഒരു താല്പര്യമുള്ള സാധനമാണ്. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവൻ്റെ പണിയെടുത്ത് ജീവിക്കുക, മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട്. ഈ ഷോർട്ട് ഫിലിം എന്നൊന്നും പറയില്ലേ. ഷോർട്ട് ഫിലിം അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് നല്ല ഷോർട്ട് ഫിലിമുകളുണ്ട്. ഷോർട്ട് ഫിലിമിനെ ആൽബത്തിനെയും പറയിക്കാനായിട്ട് കുറേ ഹരികൃഷ്ണനോ ഹരികുമാർ എന്ന് പറഞ്ഞ കുറേ ഡയറക്ടർമാരും രേണു എല്ലാം കൂടെ ഇറങ്ങിക്കോളും. കുറേ കെട്ടിപ്പിടുത്തമാണ് ഇവർക്ക് ഷോർട്ട് ഫിലിം. അതായത് യസ്മ സീരീസിൽ അവസാനം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വേറൊരു സെപ്പറേറ്റ് OTT പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് ഈ 18+ അവിടെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇച്ചിരിയും കൂടെ മാന്യമായ വെർഷൻ എടുത്തിട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നല്ല. ഇതിനൊന്നും ആൽബം ഒന്നും പറയല്ലേ. അതുപോലെ അവനവൻ്റെ പണിയെടുത്ത് ജീവിക്കുക, മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വലിച്ചു കീറാൻ പാടില്ല. അങ്ങനെ വലിച്ചു കീറെടുന്ന് താല്പര്യപ്പെടുന്നവർ വലിച്ചു കീറത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക. ഇപ്പം രേണു യാതൊരു വിധത്തിലുള്ള കോൺട്രവേഴ്സി കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ വലിച്ചു കീറും? അപ്പം അവരായിട്ട് അവസരം ഉണ്ടാക്കി തരികയാണ്. അവരായിട്ട് അവസരം ഉണ്ടാക്കി തന്നിട്ട് പിന്നെ വലിച്ചു കീറാൻ പാടില്ല, തലകുത്തി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ശാസ്ത്രമെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ സൈലൻ്റ് ആവും. അവർ സൈലൻ്റ് ആയി കഴിഞ്ഞ് ഇത് മൊത്തം തീരും. അവർ കുറച്ച് നാൾ സൈലൻ്റ് ആയിരുന്നപ്പോൾ ഇതൊക്കെ തീർന്നല്ലേ. ഇനി ഇത് മാത്രമല്ല, ഇതിനകത്തേക്ക് RJ ബിൻസി കടന്നു വന്നു. ഈ RJ ബിൻസി, ഷാരിക കെ ബി, രേണു സുധി, ഇവരെല്ലാം രേഷ്മ തങ്കച്ചൻ, ഇവരെല്ലാം ഒരു ഞാൻ എന്ന ഭാവം ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഞാൻ ഭയങ്കര കിടിലോ, ഞാൻ സൂപ്പർ, ഞാനും എൻ്റെ ചാച്ചൻ്റെ ഓട്ടോയും പറക്കും, ഞാനും എൻ്റെ ബിഗ് ബോസ് KB, ലേഡി ബിഗ് ബോസ് ഷാരിക KB സൂപ്പർ, രേണു സുധി അടിപൊളി കിടക്കാച്ച്, ഇങ്ങനെ ചിന്തിക്കുന്ന 3 ആൾക്കാരാണ് ഇവർ. ഇവർക്ക് മറ്റെല്ലാവരും പുച്ഛമാണ്. ഇപ്പോൾ ഈ RJ ബിൻസിയുടെ തന്നെ ഇടയ്ക്ക് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവർ ആർക്കണ്ടറന്ന് കൊളാബ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് സാമാനം മേടിച്ചിട്ട് കൊളാബും ചെയ്തില്ല, സാമാനവും ഇല്ല, കൊടുത്തതും ഇല്ല. ചോദിച്ചപ്പോഴത്തേനും പിന്നെ നിൻ്റെ 300 രൂപ ഉണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു ടീമാണ് ഈ RJ ബിൻസി. അപ്പോഴും ഓർക്കേണ്ടത് RJ ബിൻസിയുടെ ചാച്ചൻ്റെ ഓട്ടോ ഡ്രൈവറായിരുന്നു. അപ്പോൾ ഈ 300 രൂപയുടെ വാല്യൂ എന്താണെന്ന് അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ ഇവർ 3 കൂടെ ഒന്നിച്ചപ്പോഴത്തേനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. RJ ബിൻസി ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂടെയുള്ള ബാക്കി ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ ഷാരിക തിരിഞ്ഞിട്ട് നല്ല വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നെന്ന്. ഈ വൃത്തികെട്ട ചോദ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരാന്നറിയോ? നിങ്ങളുടെ ഈ കൂടെയുള്ള രേണു എന്ന് പറയുന്ന വ്യക്തിത്വം തന്നെയാണ്. ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴത്തേനും രേണുവിന് വിഷമം വന്നിട്ട് രേണു തല താഴ്ത്തുന്നുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾ മറ്റാരും ശ്രദ്ധിക്കേണ്ട, രേണുവിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് രേണുവിനെ ശ്രദ്ധിച്ചിട്ട് ആ ക്ലിപ്പ് ഒന്നുകൂടെ കാണാം. അല്ല, രേണുവിന് വിഷമം വന്നു. രേണുവിൻ്റെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ പറഞ്ഞാൽ രേണുവിന് പുകയും. അപ്പോൾ അങ്ങനൊന്നും പറയാൻ പാടില്ല. രേണു ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പം നിങ്ങൾക്ക് ചെല്ലും ചെലവും തരുന്നില്ലെങ്കിലും അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ രേണു കുനിച്ചുർത്തി മൂക്കിടിച്ചു കളയും കേട്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. ഏതായാലും ഇത് നമ്മളെ വിഷയം അവസാനിപ്പിക്കുക. ഷാരിക KB ഇങ്ങനെ ഏറിക്കയറാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ തപ്പിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു പ്രാന്തിയെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചരിച്ച് എത്രയും പെട്ടെന്ന് ഷാരിക KB ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന മാറ്റം വരുത്തിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. വീഡിയോയ്ക്ക് ഹൈപ്പും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരിക. പറ്റുന്നവരല്ല ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതല്ല വേറെ കണ്ടന്റുകളായിരുന്നു. ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റും കേട്ടോ.